ശീലായനം. കഥ എഴുതിയത് ഹരിത PG. ശബ്ദം ജയശ്രീ രാജേഷ്. 57-ാമത്തെ വയസ്സിലാണ് ഷീല അടുക്കളയിലിരുന്ന് പുട്ടുകുറ്റിയിലേക്ക് നനഞ്ഞ അരിപ്പൊടി ഇട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ആ തീരുമാനമെടുക്കുന്നത്. ഷഷ്ടിപൂർത്തി ആഘോഷിച്ച് മാസങ്ങൾ മാത്രമായ ഭർത്താവിനെയും വിവാഹിതരായ 2 ആൺമക്കളെയും ഉപേക്ഷിക്കുകയാണ്. ഡിവോഴ്സ് എന്ന വാക്ക് നാട്ടിൻപുറത്തെ ആ ചെറിയ വീട്ടിൽ വെള്ളിടി വെട്ടിയതുപോലെ മുഴങ്ങി. ഭർത്താവായ മധുസൂദനൻ നായർക്ക് ഭാര്യ പറഞ്ഞത് തീരെ മനസ്സിലായില്ല. അവൾ എന്തോ പറഞ്ഞു. എന്നത്തെയും പോലെ ഇന്നും അവൾ പറഞ്ഞ കാര്യത്തിന് അയാൾ മുഖവില കൊടുത്തില്ല. ഡിവോഴ്സോ? നിനക്ക് സുഖല്യാണ്ടായോ? അയാൾ തമാശ രൂപേണ ചോദിച്ചു. ഞാൻ കാര്യമായി പറഞ്ഞതാ. 18 വയസ്സ് മുതൽ കാണുന്നതാ ഞാൻ ഈ വീട്. അതിനും 2 വർഷം മുമ്പേ തുടങ്ങിയതാ നിങ്ങളോടുള്ള അടുപ്പം. എനിക്കിത് മതിയായി. എന്താ നിനക്ക് മതിയായത് ശീലേ? നമ്മുടെ തറവാട്ട് മഹിമയാണോ നിനക്ക് മതിയായത്? ഇപ്പോഴത്തെ ചില പരിഷ്കാരി പെണ്ണുങ്ങളെ പോലെ കയറും പൊട്ടിച്ച് ഓടണമെന്നാണോ നീ പറയണേ? എന്നെ മധുവേട്ടൻ കെട്ടിയിട്ടേക്കുവാണോ അതിന് കയറും പൊട്ടിച്ചോടാൻ? ഭാര്യയുടെ പതിവില്ലാത്ത ചില വർത്തമാനങ്ങൾ കേട്ട് മധുസൂദനന് അരിശം വന്നു. നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ? ആ താലിയല്ലേ നിന്റെ കഴുത്തിൽ കിടക്കണത്? നിന്റെ അച്ഛൻ തന്ന പണ്ടോ ഞാൻ എൻ്റെ കൈകൊണ്ട് എടുത്തിട്ടുണ്ടോ ശീലേ? അയാൾക്ക് ഭാര്യയെ തീരെ മനസ്സിലായില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള പതിവില്ലാത്ത ഒച്ചപ്പാട് കേട്ട് ഓഫീസിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ഇളയ മകന്റെ ഭാര്യ സുചിത്ര അടുക്കളയിലേക്ക് വന്നു. അവൾ വന്നപ്പോൾ 2 പേരും നിശബ്ദരായി. എന്താ അമ്മേ, എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ല, നന്നായി ആലോചിച്ചു തന്നെയാ. ഷീലയുടെ മറുപടി കേട്ട് സുചിത്ര എന്തുണ്ടായി എന്ന് അച്ഛൻ്റെ നേരെ പുരികമുയർത്തി നോക്കി. വയസ്സാം കാലത്ത് ഓരോ പ്രാന്ത്, അല്ലാതെന്ത്? മധുസൂദനൻ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു. അമ്മേ, നമുക്ക് വൈകിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് സുചിത്ര ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലേക്ക് മടങ്ങി. കാടി വെള്ളവും എടുത്ത് ഷീല അമ്മിണി പശുവിൻ്റെ അരികിലേക്ക് നടന്നു. കുടിച്ചോ, വയറ് നിറയെ കുടിച്ചോ അമ്മിണിക്കുട്ടി, അമ്മ പോകുക. പശുവിനോട് സംസാരിക്കുന്നതിനിടയിൽ ഷീല തൊടി മുഴുവൻ ഒന്ന് നോക്കി. മാവ് പൂത്തു തുടങ്ങി. സാധാരണ കണ്ണിമാങ്ങകൾ ഉണ്ടാകുമ്പോൾ അത് പറിച്ചെടുത്ത് ഭരണിയിൽ ഉപ്പിട്ട് വയ്ക്കാറുള്ളതാണ്. പിന്നെ അച്ചാറും. ഷീലയുടെ ഉപ്പുമാങ്ങ അച്ചാറിന് ആരാധകർ ഒരുപാടുണ്ട്. അയൽവാക്കത്തെ കുഞ്ഞാമിനെയാണ് അതിൽ മെയിൻ. കുഞ്ഞാമിന കുട്ടികളെ പോലെയാണ്. ഷീലയും കുഞ്ഞാമിനയും ഒരേ പ്രായമാണ്. 2 പേരും ഒരേ പ്രായത്തിൽ വിവാഹിതരായവർ. നാട്ടിലെ പെൺവായന ക്ലബിൽ ഇരുവരും അംഗങ്ങളാണ്. കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഇറുക്കി അടച്ചും തുറന്നുമാണ് കുഞ്ഞാമിന വായിക്കുന്നത്. കുഞ്ഞാമിനയുടെ വായന കേട്ട് എല്ലാവരും ഉറക്കെ ചിരിക്കും. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഞ്ഞാമിന പെൺവായനയ്ക്ക് എല്ലാ ശനിയാഴ്ചയും വരുന്നത് മുടക്കില്ല. വായിക്കുമ്പോൾ എന്തോ ഹൃദയത്തിൽ വിരിഞ്ഞു വരും പോലെയാണ് കുഞ്ഞാമിനയ്ക്ക്, ഒരു റോസാപ്പൂ വിരിയും പോലെ. അവൾ അത് ബാക്കി പെണ്ണുങ്ങളോട് പറയും. റോസാപ്പൂ വിരിയുന്നത് 2 കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നത് കണ്ട് പെണ്ണുങ്ങൾ പൊട്ടിച്ചിരിക്കും. ഈ താത്ത വൻ കോമഡിയാ, കൂട്ടത്തിൽ ഏറ്റവും ഇളയവളായ ജിസ പറയും. ഷീല പെൺവായനയ്ക്ക് പോകുന്നത് അമ്പലത്തിൽ പോകും പോലെയാണ്. നിർമാല്യവും കഴിഞ്ഞ് നേദ്യവും കഴിഞ്ഞ് ഉച്ചപൂജയും കഴിഞ്ഞേ അവൾ വീട്ടിൽ കയറൂ എന്ന് മധുസൂദനൻ നായർ പറയാറുണ്ട്. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ് ഷീലാമ്മയ്ക്കുള്ളത്. ജിസ വാ പൊത്തി ചിരിച്ചുകൊണ്ട് കളിയാക്കി. ആദ്യമൊക്കെ ഈ കുട്ടി എന്താ പറയുന്നതെന്ന് ഷീലയ്ക്ക് മനസ്സിലായില്ല. എനിക്ക് ഭർത്താവും മക്കളും ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ എന്നാണ് ഷീല ചിന്തിച്ചത്. നാട്ടിലെ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല തൻ്റെ ജീവിതമെന്ന് സ്വയം സമർത്ഥിക്കാനൊരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇബ്സന്റെ എ സോൾഡ് ഹൗസ് എന്ന നാടകം ഷീല വായിക്കുന്നത്. 3-4 മാസങ്ങൾ കൊണ്ടാണ് ഷീല ആ പുസ്തക വായന പൂർത്തിയാക്കിയത്. ജിസയോട് 1000 സംശയങ്ങൾ ചോദിച്ചു.
അവൾ മടി കൂടാതെ എല്ലാറ്റിനും ക്ഷമയോടെ ഉത്തരം പറഞ്ഞു. പതിയെ പതിയെ ആ നാടകത്തിലെ നോറയോട് വല്ലാത്ത സ്നേഹമായി ഷീലയ്ക്ക്. തൻ്റെ 20കളിൽ വായിക്കേണ്ട അറിയേണ്ട കഥയായിരുന്നു നോറയുടേതെന്ന് ഷീലയ്ക്ക് തോന്നി. അവളുടെ ധൈര്യത്തോട് ഭയം തോന്നി, ആരാധന തോന്നി. അന്നൊക്കെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പെൺകുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമല്ലേ? ഷീല ഒരിക്കൽ ജിസയോട് ചോദിച്ചു. ധൈര്യത്തിൻ്റെ അല്ല ഷീലാമ്മേ, ചില പെണ്ണുങ്ങൾക്ക് ചില കാലങ്ങളിൽ അങ്ങനെയുള്ള വെളിപാടുകൾ ഉണ്ടാകും. അപ്പോൾ അവർ എല്ലാവരെയും ഉപേക്ഷിച്ച് പോകും. കുട്ടികൾ ഉണ്ടെങ്കിലും പോകുമോ? അങ്ങനെ പോകും, ജിസ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണ് പെണ്ണുങ്ങളുടെ സത്യങ്ങളെക്കുറിച്ചൊക്കെ ഷീല അറിഞ്ഞു തുടങ്ങുന്നത്. സുചിത്ര ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ തനിക്ക് കുഞ്ഞിനെ കാണാതെ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുമോ എന്ന് ഷീല ചിന്തിച്ചു. കുളപ്പടവിൽ തുണിയിൽ സോപ്പ് തേച്ചുരയ്ക്കുന്നതിനിടയിൽ കുഞ്ഞാമിനയോട് ഷീല ആ ചോദ്യം എറിഞ്ഞു. നിന്റെ മോന്റെ കുഞ്ഞിനെ കാണാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ ആമിനെ? ഷീലയുടെ ചോദ്യം കേട്ട് ചിരി അടക്കാനാവാതെ കുഞ്ഞാമിന പറഞ്ഞ ഉത്തരം കേട്ട് രണ്ടുപേരും വാ പൊളിച്ചു. എനിക്ക് പോകാൻ തോന്നിയാൽ ഞാൻ പോകും, എങ്ങോട്ടാന്ന് വെച്ചാ പോകും. അപ്പോ നിനക്കും മോഹമുണ്ടല്ലേ മാധവിക്കുട്ടിയെ പോലെയാകാൻ? ഇക്ക് മോഹമുണ്ട്, എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. കുഞ്ഞാമിന ചെത്തിപ്പഴം പൊട്ടിച്ചെടുത്ത് ചവച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി. നീ കൊള്ളാലോടി പെണ്ണേ. ഷീലയ്ക്ക് അത്ഭുതം അടക്കാനായില്ല. ആർക്കാ ഈ അമ്മയും അമ്മൂമ്മയുമായി ജീവിക്കാൻ ആഗ്രഹം ഷീലേ? എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം മൊത്തം അലഞ്ഞു തിരിഞ്ഞു നടന്നേനെ. താൻ ജീവിക്കാത്ത ഒരു ജീവിതത്തിന്റെ വാങ്മയ ചിത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കുഞ്ഞാമിന പുഞ്ചിരിച്ചു. നീ വേറെ ജീവിതമായിരുന്നെങ്കിൽ എങ്ങനെ ജീവിച്ചേനെ പെണ്ണേ? ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ഞാൻ ഇഷ്ടമുള്ള ആണുങ്ങളോട് ചുമ്മാ മിണ്ടും. പക്ഷേങ്കില് അവരുടെ പെരയിൽ പോകൂല, തിന്നാനൊന്നും ഉണ്ടാക്കില്ല. അതും പറഞ്ഞ് കുഞ്ഞാമിന നെടുനിശ്വാസം ഉതിർത്തു. എന്തിനാണ് നമ്മളൊക്കെ ആരോ ഉണ്ടാക്കി വെച്ച ഒരു കൂട്ടിൽ ജീവിക്കുന്നത് എന്നായിരുന്നു അന്ന് മുഴുവൻ ഷീലയുടെ ചിന്ത. എന്നും രാവിലെ എഴുന്നേറ്റ് പാചകം ചെയ്യുന്നതും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും ഒന്നും വേണ്ടിയിരുന്നില്ല. വീട്ടിലെ എല്ലാ ജോലിക്കും മധുവേട്ടൻ കൂടെയുണ്ടെങ്കിലും ഇതൊക്കെ എന്തിനാണ്? ആർത്തവ വിരാമമായതിനു ശേഷം ചില പെണ്ണുങ്ങൾക്ക് ഇത്തരത്തിൽ ജീവിതത്തോട് ഒരു വിരക്തി ഉണ്ടാകാറുണ്ടെന്ന് പെൺവായനയിലെ ആയുർവേദ ഡോക്ടർ കൗസല്യ പറഞ്ഞു. ഗാർഹസ്ഥ്യം കഴിഞ്ഞ് നമ്മൾ സന്യാസത്തിലേക്ക് പോകണം. ബന്ധങ്ങളും ബന്ധനങ്ങളും ഉപേക്ഷിക്കണം. ഇഷ്ടമുള്ള പോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂടെ ജീവിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒന്ന് കഴിയുമ്പോൾ അടുത്ത റോൾ അപ്പോഴേക്കും തലയിലാക്കുമല്ലേ? ആത്മീയതയോട് ആസക്തിയുള്ള ഡോക്ടർ കൗസല്യ പറഞ്ഞത് ശരിയാണെന്ന് ഷീലയ്ക്ക് തോന്നി. 2 ആൺമക്കളെ വളർത്തി വലുതാക്കി. എനിക്കിനി കുട്ടികളെ വളർത്തണ്ട. എനിക്ക് അമ്മിണിക്കുട്ടിയുടെ കൂടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി ജീവിക്കാനാ മോഹം. ഷീല പറഞ്ഞത് കേട്ട് കൗസല്യ സ്നേഹത്തോടെ ഷീലയുടെ മുടിയിലൂടെ വിരലോടിച്ചു. എങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? മക്കളൊക്കെ വെളിയിൽ, അങ്ങേര് മരിച്ച് മണ്ണടിഞ്ഞു. നിനക്ക് അങ്ങോട്ട് വരാലോ ഷീലേ. ഷീല ധ്യാനിക്കും പോലെ കണ്ണുകൾ അടച്ച് ഏറെ നേരം ഇരുന്നു. ഒരു പെണ്ണിന് കാമുകിയാകാം, ഭാര്യയാകാം, അമ്മയാകാം, അമ്മൂമ്മയാകാം, അല്ലെങ്കിൽ ഒരു സന്യാസിനിയാകാം, പൂന്തോട്ടക്കാരിയാകാം, മൃഗങ്ങളെ പരിപാലിക്കുന്നവളാകാം, എഴുത്തുകാരിയാകാം, നർത്തകിയാകാം, ചിത്രം വരയ്ക്കുന്നവളാകാം, ജിസ ഒപ്പം പറഞ്ഞു. നാട് വൃത്തിയാക്കുന്നവളും ആകാം, മുനിസിപ്പാലിറ്റി തൂപ്പുകാരിയായ ജയശ്രീ അഭിമാനത്തോടെ പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗവുമാകാം. കൂടെ രാജി മുടി കോതി കെട്ടിക്കൊണ്ട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ആരുമാകാലോ. ഷീല പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചു. എനിക്ക് ഒറ്റയ്ക്കായാൽ മതി. ഒറ്റയ്ക്കിരുന്ന് എനിക്ക് നിറയെ ഇളയരാജയുടെ പാട്ട് കേൾക്കണം. കുഞ്ഞാമിന അവളുടെ സ്ഥിരം ശൈലിയിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പക്ഷേങ്കിൽ നടുവേദന വന്നാ എന്താ ചെയ്യുക? ആര് നോക്കും നമ്മളെ? നടുവിന് കയ്യും കുത്തി നിന്ന് ചുളിഞ്ഞ മുഖത്തോടെ കുഞ്ഞാമിന എല്ലാവരോടും കൂടെയായി ചോദിച്ചു. ഇപ്പോൾ ആരെങ്കിലും നോക്കണ്ടോ നിന്നെ? ഡോക്ടർ കൗസല്യ ചോദിച്ചത് കേട്ട് കുഞ്ഞാമിന മുഖം താഴ്ത്തി.
അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. പെൺവായനയിൽ നിന്നും വന്നതിൽ പിന്നെ ഷീലയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എപ്പോഴും താൻ ഇവിടെയില്ല, മറ്റെവിടെയോ ആണെന്ന് തോന്നൽ. തൻ്റെ ഇളം പ്രായത്തിൽ എവിടെയോ നിൽക്കുകയാണ് ഷീല. ഭാര്യയോ അമ്മയോ ഒന്നുമാകാതെ ഒറ്റയ്ക്ക്. അമ്മിണിയോട് സംസാരിച്ചു നിൽക്കുന്ന ഷീലയെ അന്വേഷിച്ച് മധുസൂദനൻ വന്നു. വല്യളിയനെ ഒന്ന് കാണാൻ പോയാലോ ഷീലയെ? ഏട്ടനെ കാണുമ്പോൾ നിനക്കും ഒരു സന്തോഷാവും. ഞാൻ എങ്ങോട്ടുമില്ല മധുവേട്ട, എനിക്കായി അവിടെ എന്താ ഉള്ളത്? മധുസൂദനൻ ഷീലയെ പഠിക്കും പോലെ നോക്കി. അല്ല, എന്താ നിന്റെ പ്രശ്നം? എപ്പോൾ നോക്കിയാലും ഒരു ബുക്ക് വായന. സുചിത്ര ഗർഭിണിയായിരിക്കാന്നുള്ള കാര്യം പോലും നീ ഇടയ്ക്ക് മറക്കുക ഷീലെ. ആ കുട്ടിയുടെ വീട്ടുകാർ എന്താ വിചാരിക്കുക? അവനല്ലേ അവളെ കെട്ടിയത്, അവൻ നോക്കിക്കോളും. മധുസൂദന് ദേഷ്യം ഇരച്ചു കയറി. നമ്മക്കൊരു കടമയില്ലേ ഷീലെ? മൂത്ത മരുമോൾക്ക് ചെയ്തു കൊടുത്ത പോലെ ഇവൾക്കും ചെയ്തു കൊടുക്കണ്ടേ നമ്മള്? അതല്ലേ നാട്ടു നടപ്പ്. എനിക്കൊരു നാട്ടു നടപ്പും അനുസരിക്കാൻ വയ്യ. എനിക്കിനി ഡിവോഴ്സ് മതി, ഷീല തീർത്തു പറഞ്ഞു. മധുസൂദന്റെ കണ്ടമിടറി. നിന്റെ ബുക്ക് വായനയാ എല്ലാത്തിനും കാരണം. ജീവിതം വേറെ, കഥ വേറെ ഷീലേ. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു പണ്ട് മധുവേട്ട. അവളിപ്പോ ഇല്ല. ഷീല അത് പറയുമ്പോൾ മധുസൂദനൻ അവളുടെ താലിയിലേക്ക് നോക്കി. ആ നിമിഷം തന്നെ താലിമാലയൂരി ഷീല ഭർത്താവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതാ നിങ്ങളുടെ കെട്ട്. മധുസൂദനൻ തരിച്ചു നിന്നു. അമ്മിണിയെ ഇവിടെ വിട്ടുപോകാന്ന് ഓർത്തതാ. വേണ്ട, പെണ്ണല്ലേ, എൻ്റെ കൂടെ പോന്നോട്ടെ. അമ്മിണിയുടെ കയറൂരി എടുത്തുകൊണ്ട് ഷീല വീട് വിട്ട് നടന്നു.